ഹായ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. സജിത്ത് പൊത്തോട്ട് വ്ളോഗ്സ് എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോസ് ഇടുമ്പം നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പറയുന്ന കാര്യമാണ് നൈറ്റ് ക്യാമ്പിങ് ഒരു വീഡിയോ ചെയ്യാവുമെന്ന്. അപ്പം നമ്മുടെ ടെൻറ്റൊക്കെ മേടിച്ച് വെച്ചിട്ട് നമ്മളാകെ നൈറ്റ് സ്റ്റേ ഒന്നും ടെൻറ്റ് അടിച്ച് നമ്മൾ ഇതുവരെയും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിന്ന് മനോഹരമായിട്ടുള്ള ഒരു കാട്ടിനുള്ളിൽ പോയിട്ട് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോവുകയാണ്. അപ്പം ഞാൻ മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്കല്ല സ്റ്റേ ചെയ്യുന്നത്. നമ്മളോടൊപ്പം കമലകം ഊരിലെ പയ്യന്മാരും ഉണ്ട്. നമ്മളിപ്പം കഴിഞ്ഞൊരു വീഡിയോ, തോട്ടപ്പുല്ലിൻ്റെ വീഡിയോ ആയാലും അതുപോലെ തന്നെ അതിരുമലയ്ക്ക് താഴെയുള്ള പുൽമേടുകളുടെ വീഡിയോ ആയാലും ഇട്ടപ്പോൾ തന്നെ ഒരുപാട് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നൈറ്റ് സ്റ്റേ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പം എല്ലാവരുടെയും അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് തന്നെ നമ്മളൊരു നൈറ്റ് സ്റ്റേ വീഡിയോ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഇന്ന് നമ്മളൊരു വനത്തിനുള്ളിൽ സ്റ്റേ ആണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ പോയിട്ട് ആഹാരങ്ങളൊക്കെ വേവിച്ച് കഴിച്ചിട്ട് നമ്മളൊരു പുഴയ്ക്ക് സൈഡിൽ ഇങ്ങനെ കിടക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും സമയം ഇപ്പം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടേ. മാർച്ച് മാസമാണ്. 6:30 ആകുമ്പം നമുക്കറിയാം ഇരുട്ടത്തൊന്നുമില്ല, വേനലല്ലേ, അപ്പം ഇരുട്ടുന്നതൊക്കെ താമസിച്ചാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു 6:30 ഇറങ്ങി നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. ഒരു കൊടും കാട്ടിലാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ യാത്ര അങ്ങനെ ഇന്ന് തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഇനി ഈ ഒരു വീഡിയോയിൽ തന്നെ നൈറ്റ് സ്റ്റേയും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്നത്തെ എപ്പിസോഡ് തന്നെയാണ്, ഈ ദിവസത്തെ എപ്പിസോഡ് തന്നെയാണ് ഇതിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മളെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ സുഹൃത്തുക്കൾക്ക് നമ്മളെ വീഡിയോയിലോട്ട് സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഇവിടെ എല്ലാം നല്ല കൊടും കാടാണ്. ഇവിടെയൊന്നും ഒറ്റ മനുഷ്യനില്ല. അപ്പോൾ ഞങ്ങളിതാ പോകുന്നത് ഈ കാണുന്ന വഴിയിലൂടെയാണ്. ഈ ഒരു വഴിയിലൂടെ പോയിട്ട് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ നമ്മൾ നടക്കുമ്പോൾ മയിലാടുംപാറ എത്തും. മയിലാടുംപാറയിൽ അക്കരെ ഏതെങ്കിലും സ്ഥലത്ത് കൊണ്ട് നമുക്ക് ടെൻ്റ് അടിച്ച് സ്റ്റേ ചെയ്യണം. അപ്പോൾ വൈകുന്നേരമാണ്. വൈകുന്നേരം ഒരു 6 മണിയോളമൊക്കെ, 6 മണിയല്ല, ഏകദേശം 6:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇരുട്ടി വരികയാണ്. അപ്പോൾ എന്തായാലും ബാക്കി പയ്യന്മാരും കൂടെ വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യണം. അവന്മാരിത് അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ നടന്നോ ശ്രീനേഷ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ നമ്മൾ എന്തായാലും താഴെ പോയിട്ട് കാണിച്ചു തരാം. അതല്ല, നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ് സ്റ്റേ ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ അങ്ങോട്ടും കാണിച്ചിട്ട്. അപ്പോൾ നമ്മൾ മയിലാടുംപാറയിലാണ് കേട്ടോ സ്റ്റേ ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഇക്കാര്യം പറയാത്തത് വെറുതെയാണ് കേട്ടോ സുഹൃത്തുക്കളെ. നമ്മളിന്ന് ഏതെങ്കിലും ഒരു ഐലൻഡിലായിരിക്കും കേട്ടോ നമ്മുടെ സ്റ്റേ. അപ്പോൾ എന്തായാലും പയ്യന്മാർ വരട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയാണ് സ്റ്റേ ചെയ്യുന്നതെന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു പാറയ്ക്ക് മുകളിൽ നിന്ന് സ്റ്റേ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിനെക്കാട്ടി അടിപൊളിയായിട്ടൊരു ഐലൻഡ് നമുക്ക് മുന്നിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അവിടത്തേക്ക് വിറകെത്തിക്കുക എന്നുള്ളതാണ് കേട്ടോ വലിയ പാട്. അക്കരെ കുന്ന് കണക്കാക്കിയാണ് കേട്ടോ നമ്മൾ പോണത്. അപ്പോൾ പയ്യന്മാരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടേ. എൻ്റെ കൂടെ വന്ന പയ്യന്മാർ എൻ്റെ കൂടെ ഉണ്ടേ. നമ്മളിത് അക്കരെ നമ്മൾ പറഞ്ഞ ആ ഒരു കുന്നിലേക്കാണ്. നമ്മൾ ചങ്ങാടത്തിലാണ് കേട്ടോ പോകാൻ വേണ്ടി നിൽക്കുന്നത്. സമയം വൈകിട്ടായി കേട്ടോ. സമയം അത്യാവശ്യം ഇരുട്ടിയിട്ടുണ്ടേ. നമ്മുടെ മാർത്താണ്ഡനാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണത്. എടുത്ത് കുറ നല്ല ഇരുട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പയ്യന്മാരിവിടെ ഉണ്ട് കേട്ടോ. അപ്പം 2 പയ്യന്മാർ നേരത്തെ കണ്ട ആ ഒരു അതിനകത്താണ് സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ട് അക്കരോട്ട് പോകുന്നത്, ചങ്ങാടത്തിനകത്ത്. അവന്മാർ വന്നതിന് ശേഷം വേണം നമുക്ക് അക്കരോട്ട് പോകാൻ വേണ്ടി. ഭാഗത്തൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെയൊന്നും ഒന്നും കാണാൻ പറ്റത്തില്ല. അപ്പോൾ നാളെ രാവിലെ എണീക്കുമ്പം നമ്മൾ മോർണിങ്ങിലുള്ള വിശ്വാസം, അതായത് രാവിലത്തെ വിശ്വാസത്തിൽ നമ്മൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ വിചാരിക്കും വെള്ളം കെട്ടിക്കിടക്കുമ്പം ഇതിനടിയിലൊന്നും ഒന്നുമല്ല എന്ന്. പക്ഷേ ഇതിനടിയിലെല്ലാം വെറും പാറാക്കൂട്ടങ്ങളാണ് കേട്ടോ. മൊത്തം ഈ ഭാഗത്തെല്ലാം പാറാക്കൂട്ടങ്ങളാണ്. അപ്പോൾ വെള്ളം കൂടി കിടക്കുമ്പോഴൊക്കെ ആണെങ്കിൽ തന്നെ ബോട്ടിനൊക്കെ വരാനൊന്നും പറ്റത്തില്ല. താന്നു കഴിഞ്ഞാൽ സീനാണ്. മൊത്തം ഇതിനടിയിൽ പാറകളാണ്. വൈകുന്നേരത്തെ ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. ഇരുട്ടി വരികയാണ് കേട്ടോ. അപ്പോഴേ ഇവിടെ സൺസെറ്റ്, ഈ ഭാഗത്താണ് സൂര്യൻ നിൽക്കുന്നത് വൈകുന്നേര സമയത്താകുമ്പോൾ. കണ്ടോ എന്ത് രസമാണെന്നുണ്ടോ. ഇത്രേ ഉള്ള റിസർവോയർ ഈ ഭാഗം തൊട്ട് ഇങ്ങെല്ലാം വറ്റിപ്പോയി. അപ്പോൾ അവിടെ ഒരു പയ്യനുണ്ട്, അവനെയൊന്നും കാണാൻ പറ്റത്തില്ല. അങ്ങ് മുന്നിൽ അങ്ങ് ബോണക്കാടാണ് കേട്ടോ ആ കാണുന്നത്. അപ്പം അവന്മാർ അക്കരെ പോയിട്ട് തിരിച്ച് ചങ്ങാടം കൊണ്ട് വരും. അവന്മാരിത് അവിടെ പോണതേ ഉള്ളൂ കേട്ടോ. കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല, കണ്ടുവിടാം. അപ്പോൾ അവന്മാർ പോയിട്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അവന്മാർ പോയിട്ട് വന്നാൽ ഇനി നമുക്ക് അക്കരോട്ട് പോകാൻ പറ്റുള്ളൂ. ഇവനപ്പോൾ തന്നെ കാണുന്നില്ല, വെട്ടമില്ല. അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. നമ്മളതിലൊരു ടെൻറ്റ് മാത്രമാണുള്ളത് സ്റ്റേ ചെയ്യാൻ വേണ്ടി. എങ്ങനെ ഇരിക്കും എന്തായാലും നനഞ്ഞ്, നല്ല നനഞ്ഞ് രഞ്ജിത്തെ ഞാൻ. അല്ലെങ്കിൽ അതോ ഞാൻ ഒറ്റയ്ക്ക് വരണോ? ഓക്കെ, നീ അത് ഫ്രണ്ടിൽ വെച്ചോ. നീ ഫ്രണ്ടിൽ വെച്ചിട്ട് പോയാൽ മതി, കുഴപ്പമില്ല, നനയൂല.
ഗൈസ് ചങ്ങാടത്തിലാണേ നമ്മൾ. എൻ്റെ തുണി മൊത്തം നനഞ്ഞ്. നീ ഇതായിക്കോ. അപ്പോൾ എനിക്ക് ഷൂട്ട് ചെയ്ത് ആര് തരും? അതെങ്ങനെ? ഓക്കെ, അവ എന്നെ ഇരിക്കും. അഥവാ ക്യാമറ ആറ്റം പോയാലുള്ള സീനേ ഉള്ളൂ. നീ കൊണ്ടുപോകും എന്നെ. ഗൈസ് എന്നെ കൊണ്ടുപോവുകയാണ് പയ്യന്മാര്. പയ്യന്മാരെന്നെ കൊണ്ടുപോവുകയാണ് കേട്ടാ. പറ്റൂടാ? ഇതാകെ പയ്യന്മാരാണ് കേട്ടോ എന്നെ വലിച്ചുകൊണ്ട് പോണത്. അല്ലെങ്കിൽ ഇനിയിപ്പം ഞാൻ മുന്നോട്ട് ഇറങ്ങിയിട്ട് ഇരിക്കേണ്ട വരും. വള്ളത്തിൽ കയറി ഇക്കരെ വരെ ഐലൻഡ് എത്തിയിട്ടുണ്ടേ. അപ്പോൾ അതാ ഇവിടെ ഒരു പയ്യനുണ്ട്, ഇതാ രഞ്ജിത്ത്. ഇവനാണ് എന്നെ ചങ്ങാടത്തിൽ കൊണ്ടുവന്നത്. ഇതാ ഇവിടെ എവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാന്. ഓക്കെ, ഇതാ ഇവിടെയാണ് വിറകൊക്കെ പ്ലാൻ ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മളടുത്ത് തുണിയൊക്കെ മാറിയിട്ട് സ്റ്റേ ചെയ്യാൻ പരിപാടി ഇങ്ങോട്ട് ചെയ്യാം. ഇങ്ങോട്ടാണ് നിരപ്പുണ്ട്, ഇങ്ങോട്ട് കാടും കുറവുണ്ട്. ഇപ്പം നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ കുന്നിൽ ഇത് അല്പം സീനാണ് ഇത് സെറ്റ് ചെയ്യാനായിട്ട്. ഇത് സെറ്റ് ചെയ്യുന്നത് വരെ ഒന്ന് അല്പം പാടാണ് കേട്ടോ. ഒന്ന് സെറ്റായ പിന്നെ ചെയ്യുന്നില്ല. അങ്ങനെ പിടിച്ചത് കയറിയത് ലോക്ക അങ്ങോട്ട് വരെ തന്നെ എവിടെ ഇതായി അടുത്തത് അതേപോലെ കേട്ടാ. അങ്ങ് ഫ്രണ്ട് അറ്റത്തെ തുളയിക്കട്ടെ, ഫ്രണ്ട് അറ്റത്തെ ഇവിടെ സീനാടെ കെട്ടിയില്ലല്ലേ? കെട്ടിയില്ല, നെല്ല് അത് വിട്ടാണ്. കെട്ടുവിട് അപ്പം അറിയാം. നെല്ല് അത് കെട്ട് വിട്ടാണ് നെല്ല് കെട്ടാം. കെട്ടിയോണ്ടാണ് എറിയത്. ഇപ്പോൾ ഈ ടാർപ്പ് അടിയിലാവും. ഇപ്പം റെഡിയായ മഴയത്ത് നനയുന്നത് അതാണ് വേറൊരു വിഷയം. മഴയത്ത് നനയാതാ പോടാ. എവിടെ കൂടെ വെള്ളം ഇറങ്ങണത്? ആ മണ്ടേക്കൂടി ഇവിടെ കൂടി വെള്ളം ഇറങ്ങും. അതിന് പുറത്തിരുന്ന വേറൊരു ടാർപ്പ് ഉണ്ടോ കാറ്റടിക്കുകയാണെങ്കിൽ ഇന്ന് കാണാം. മറ്റേ ബോളി പോലെ ഉരുണ്ട് വെള്ളത്തേക്ക്. അപ്പോൾ നമ്മളെ ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് 4 സൈഡും കാറ്റടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊണിയുണ്ട്. ആ കൊണിയും കൂടെ ഇറക്കി വെച്ചാലേ ഒരുവിധം ശരിയാവുള്ളൂ. അപ്പോൾ 4 സൈഡും ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇതിലൊരു ചെറിയൊരു ബലം കിട്ടും. നല്ല കാറ്റുള്ള സ്ഥലത്തൊന്നും ഇതിനൊരു പരിഹാരമൊന്നുമല്ല. അപ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണുകളൊക്കെ കൊണ്ട് അതിൻ്റെ ഏതെങ്കിലും സൈഡിൽ കൊണ്ട് വയ്ക്കും. അപ്പോൾ ടെൻറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ അക്കരെ നിൽക്കരെ വരെ വന്നത്. ഞാൻ വിചാരിച്ച് ക്യാമറയൊക്കെ വെള്ളത്തിൽ തന്നെ, പക്ഷേ ക്യാമറ വെള്ളത്തിൽ പോയില്ല. ഫോണും തുണിയും മൊത്തം നനഞ്ഞ കേട്ടോ, ആകെ പരുവായി. നമ്മൾ അടുപ്പ് സെറ്റ് ചെയ്യുകയാണ്. എന്തിനെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി അടുപ്പ് സെറ്റ് ചെയ്യുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പ്രോഗ്രാമുകൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം അടുപ്പ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ കപ്പയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അവിച്ചതുപോലെ കപ്പ അവിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ആദ്യം തന്നെ ഒരു അടുപ്പ് സെറ്റ് ചെയ്യണം. സെറ്റായെന്നാണ് തോന്നുന്നത്. അടുപ്പ് സെറ്റായില്ലെങ്കിൽ നമ്മൾ പിന്നെയും അതിനെ റിപ്പയർ ചെയ്ത് അടുത്ത പരിപാടി നോക്കും. ഓക്കെ, നോക്കാം. ദിശാല ഇങ്ങോട്ടും കൂടെ നീക്കുമ്പോൾ ശകലം കൂടെ ഓടി ചേച്ചി കൊടുക്കുക. അതിരുന്ന്
അടുപ്പിൽ ഇതും കൂടെ ഒന്ന് സെറ്റാക്കിയാൽ മതി. സെറ്റായി അങ്ങോട്ട്. ആഹാ കുഴപ്പമില്ല, അടുപ്പ് സെറ്റായിട്ടാ. അപ്പോൾ അടുത്ത പ്രോഗ്രാം അടുപ്പ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി അവന്മാർ വിറവ് കൊണ്ടുവരും. അത് വെച്ചൊന്ന് തീയൊക്കെ കൂട്ടിയിട്ട് അടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള കപ്പ പൊളിച്ചിട്ട് അതിനെ ഒന്ന് വേവിക്കണം. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് രാത്രി നമുക്ക് ടെൻറ്റിൽ സ്റ്റേ ചെയ്യണം. അപ്പോൾ ഇത് നമ്മൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ചൂണ്ടയൊന്നും എടുത്തിട്ടില്ല, അല്ലാതെ ഒരു ചെറിയൊരു നൈറ്റ് സ്റ്റേ പ്രോഗ്രാമാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മളൊന്ന് തീയൊക്കെ ഇട്ട് അങ്ങനെ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാനിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കുക്ക് ചെയ്ത് കഴിക്കാനൊക്കെ ഉള്ള ഒരു പരിപാടിയിലാണ് ഇപ്പോൾ നമ്മളെ തീ കൂട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ആഹാരം വേവിക്കാനായിട്ട് രാത്രി തീ കൂട്ടി. അപ്പോൾ കല ഇവിടെ ഇരിപ്പുണ്ട്, കപ്പ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്, മരിച്ചിനെ അവിടെ കൊണ്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഇതിനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള മരിച്ചിനെ നമുക്ക് ആദ്യം വേവിച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ടേ ഇനി അടുത്ത പ്രോഗ്രാം നടക്കുകയുള്ളൂ. അപ്പോൾ മണികണ്ഠനുണ്ട്, അവൻ നിന്ന് തീ വരുത്തുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കഴിഞ്ഞ പ്രാവശ്യവും കപ്പയാണ് കൊണ്ടുവന്നത്, ഇപ്രാവശ്യവും നല്ല കപ്പയാണ് കേട്ടോ നമ്മൾ കഴിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്രാവശ്യം പണി വാളി, ഇത് കത്തി എടുത്തില്ല, ബാക്കി എല്ലാം എടുത്ത് കത്തി എടുക്കാത്തതുകൊണ്ട് തന്നെ പണി വാളി. പിച്ചാത്തി, അതായത് വെട്ട് പിച്ചാത്തി, കുഞ്ഞ് ചെറിയ കത്തി എടുക്കുക. ഇപ്പോൾ വെട്ട് കത്തി മാത്രമേ ഉള്ളൂ, അല്ലാത്ത കത്തിയില്ല. അതുകൊണ്ട് ആകെ പണി വാളി ഇരിക്കുകയാണ്. ഇത് വെച്ച് തന്നെ നമുക്കെല്ലാം പൊളിച്ചെടുക്കണം, ഇല്ലെങ്കിൽ രാത്രി പട്ടിണിയാണ്. നമ്മൾ ആൾ കുറവാണെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഒരു 4 പേരെ കണക്കേ നമ്മൾ കൂട്ടിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചെറിയ രീതിയിലൊന്ന് കഴിച്ചിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് മരിച്ചിനി അതാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ മൊത്തത്തിൽ മരിച്ചിനി. ഇതങ്ങനെ രാത്രി നല്ല പേപ്പർ ഡാമിൻ്റെ റിസർവോയറിലിരുന്ന് ഇങ്ങനെ കഴുകുകയാണ്. ഇനി ഇത് കഴുകിയതിന് ശേഷം ഈ പാളയൊന്ന് വൃത്തിയായിട്ട് കഴുകണം. അതിനുശേഷം ഇതെല്ലാം ഒന്ന് വെട്ടിയിടണം. അതാണ് അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നുണ്ട്. ഇത്രയും കപ്പേ ഉള്ളൂ. നമ്മൾ ആൾ കുറവാണെന്ന് പ്രതീക്ഷയാണ് ഇത്ര എടുത്തത്. പക്ഷേ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഉള്ളത് വെച്ച് എന്ത് ചെയ്യും, രഞ്ജിത്തെ നമ്മൾ എല്ലാവരും കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കും. അത്രേ ഉള്ളൂ, ഉള്ളത് കൊണ്ട് ഓണം പോലെ. അപ്പോൾ നമ്മൾ കപ്പ പീസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്, എന്ന് വെച്ചാൽ കഷ്ണമാക്കാൻ വേണ്ടി. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വേവുന്ന കപ്പയാണ് കേട്ടോ. പിച്ചാത്തി എടുക്കാത്തതുകൊണ്ട് കൃത്യമായിട്ടത് വരുന്നില്ല വെട്ടുമ്പം. അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ വേറെ പിച്ചാത്തിയാണെങ്കിൽ നമുക്ക് കറക്റ്റിന് വെട്ടാൻ പറ്റും. ഇതിട്ട് വെട്ടിക്കഴിഞ്ഞാലേ സാധനം കൈയൊക്കെ പോകും, പണി പാടും. ഒന്നാമത് പരുത്തിപ്പരുത്തിയുള്ള കൈയാണ്. കപ്പയുടെ വേര് നമ്മൾ വെട്ടുമ്പം പ്രത്യേകിച്ച് നമ്മൾ ഇതിൻ്റെ വേര് വെട്ടി കളയണം, അല്ലെങ്കിൽ അത് നമുക്ക് കഴിക്കുമ്പോൾ അത് ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും. ഇങ്ങനെ പീസാക്കിയിട്ട് ഞാൻ ഇങ്ങനെയാണ് പീസാക്കണത്. നമ്മളെ വീട്ടിലൊക്കെ ഞാൻ ചെയ്യണത് ഇങ്ങനെയാണ്. ഫ്രഷ് കപ്പ വെട്ടി നല്ല പാളയിൽ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണേ. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തീ വരുത്തി നമ്മൾ നേരത്തെ അടുപ്പൊക്കെ കൂട്ടിയല്ലേ, അവിടെ കൊണ്ട് ആ ഒരു കലത്തിൽ വെച്ചിട്ട് ഇനി നമുക്കിത് കുക്ക് ചെയ്യണം. അപ്പോൾ അതാണ് ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ രഞ്ജിത്തെ പോവാം. അപ്പം സെറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ നമ്മൾ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളമേ നമ്മൾ വയ്ക്കുകയുള്ളൂ, അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പണി വാളിയതുപോലെ പണി വാളും. അപ്പോൾ കപ്പ വെള്ളത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. അവിടെ ഓവർ വെള്ളം അങ്ങനെ ഇനി അന്ന് പോലെ ഇല്ല, കപ്പേരെ മേളിൽ തന്നെ ഉണ്ട് മരിച്ചിനി. നമ്മൾ തിരുവനന്തപുരത്ത് മരിച്ചിനി എന്നാണ് കേട്ടോ പറയണത്. ബക്കറ്റല്ല മരിച്ചിനി. അപ്പോൾ എടുത്ത് ഓക്കെ. അപ്പോൾ നമ്മുടെ രാത്രിയത്തെ ആഹാരമാണ് മരിച്ചിനി. ആ വിറവ് മാറ്റി ചിലപ്പം ഡിക്കിനി കായല്ല താഴെ വെച്ച് മരിച്ചിനി. അങ്ങനെ അടപ്പ് പാള വയ്ക്കാം ഇരിക്കൂടെ നമ്മൾ കൊണ്ടുവന്ന പാളെ അതിന് ഓർമ്മ വന്നി കിട്ടാ വൃത്തിയാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ പാള വെച്ച് അടച്ചു വയ്ക്കുകയാണ്. അപ്പോൾ ഇനി കുറച്ച് സമയം
കപ്പ തിളയ്ക്കുന്ന സമയമാകുമ്പോൾ മരിച്ചിനി വെന്ത് അടിപൊളിയായിട്ട് വരും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അങ്ങനെ രാത്രിയുള്ള ക്യാമ്പിങ് ചെയ്യാൻ വേണ്ടി ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം മാനിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ക്യാമ്പിങ് ചെയ്യണത്. അപ്പോൾ രാത്രിയിലെ ആഹാരങ്ങൾ നമ്മളിതാ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കപ്പ അത് മാത്രമേ കൊണ്ടുവന്നുള്ളൂ. അതാണ് ഇതാണ്ട് ഇവിടെ ഇങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ അത് വേവാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ വിറകെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ട്. ലക്ഷക്കണക്കിന് വിറക് കഷ്ണങ്ങൾ ഇവിടെ ഉണ്ട്. കാരണം റിസർവോയറിൻ്റെ സൈഡിലെ മരങ്ങളൊക്കെ ഇങ്ങനെ ഉണങ്ങി കിടക്കണം. അപ്പോൾ നമുക്കിത് വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. ഇവിടെ വന്ന് രാത്രി എല്ലാവർക്കും പറ്റത്തില്ല, നമുക്ക് പറ്റും. അപ്പം നമ്മൾ അതനുസരിച്ച് ഇവിടെ വന്ന് ക്യാമ്പിങ് ചെയ്യുകയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ അങ്ങനെ തിളച്ചുകൊണ്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വെന്തിട്ടില്ല, വെന്ത് വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതനുസരിച്ച് തീ കൊടുക്കണം. അത്യാവശ്യം തീയുണ്ട്. നമുക്ക് ഇത്രയും പേർക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ഉണ്ട് കേട്ടോ ഇന്ന്. എങ്ങനെയുണ്ട് രഞ്ജിത്തെ? അടിപൊളി. അപ്പോൾ അതാ ഇത് കണ്ട, ഇത് ഏതൊരു കിളിയുടെ കൂടാണല്ലേ, കിളി കൂട് വയ്ക്കാൻ വേണ്ടി ചെയ്തതാണ്. കണ്ടാ അടിപൊളി കേട്ടാ. നമ്മളകത്ത ബ്ലോഗർ രാഹുൽ അങ്ങനെ രാത്രി വന്നിട്ടുണ്ട്. രാഹുലേ എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചു. ഞാൻ വിചാരിച്ചു പറ്റിച്ചു. അപ്പൊ നമുക്ക് ആവശ്യമായിട്ട് വേണ്ട ചോറ്, പിന്നെ അവന് കിടക്കാൻ വേണ്ടി പരമ്പ്, പിന്നെ അവന്റെ ഇതിനകത്ത് തുണി. അപ്പൊ ഇതെല്ലാം ആയിട്ട് നമ്മുടെ രാഹുലും വന്നിട്ടുണ്ട്. അപ്പൊ രാഹുലെ ഞാൻ വീട് അടച്ച് പൂട്ടിയിട്ടുണ്ട്, ഇനി താക്കോൽ അറിയത്തില്ല. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ രാഹുല്. പിന്നെ കാണാം, അടിപൊളിയായിട്ട് കാണാം. നമ്മൾ ഇവിടെ കപ്പയൊക്കെ അങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയില്ല. അപ്പൊ ആ പയ്യനാണ് കേട്ടോ കൂട്ടിക്കൊണ്ടുവന്നത്. അപ്പൊ അങ്ങോട്ട് ഓടി കേട്ടാ. ഇല്ല വെന്തില്ല. ഇവിടെ മരച്ചിനെ കൊത്തിട്ട് മരച്ചിനെ കിട്ടണില്ല. വെന്ത് കാരണം ഉടയുന്നുണ്ടല്ലേ. മരിച്ചിനി ഇറക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതാ മരിച്ചിനി വെന്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ശകലം വെള്ളത്തിന് നമ്മുടെ മരിച്ചിനിക്ക് തിന്നാൻ വേണ്ടിയിട്ട് സൈഡായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇത് നമ്മുടെ ബ്ലോഗർ രാഹുൽ കൊണ്ടുവന്നതാണ്. അപ്പോൾ രാഹുലിൻ്റെ ചാനൽ കാണാത്തവർക്കായിട്ട് രാഹുലിൻ്റെ ചാനലിൻ്റെ ലിങ്ക് നമുക്ക് വീഡിയോയ്ക്ക് താഴെ കൊടുത്തേക്കാം. പിന്നെ അല്ലാതെ ടൈറ്റിലും കൊടുത്തേക്കാം. എല്ലാവരും കയറി ഒന്ന് നോക്കി വിസിറ്റ് ചെയ്യുക. നമ്മളങ്ങനെ ചമ്മന്തി റെഡിയാക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. ടെൻറ്റ് കണ്ടില്ലേ? അപ്പൊ അത് അതിനകത്തിടന്ന് ഉറങ്ങാൻ നാളെ കാണാം. മഴ പെയ്ത നനയുടെ അതിന്റെ മറ്റേ ഒരു ഇതുണ്ടല്ലോ, പുറത്തുകൂടെ ഇടേണ്ട ഒരു കവറുണ്ട്. ആ കവർ നമ്മൾ മേടിക്കണം, അത് അഡീഷണൽ മേടിക്കണം. എല്ലാ ടെന്റും അങ്ങനെ തന്നെ നനയും. അല്ലെങ്കിൽ 10, 7, 6 രൂപയൊക്കെ മാറ്റാ നനയാത്തത് കിട്ടും. ഇത് കൈയിട്ട് എന്തിരി കൈയിട്ട് ഞാൻ ഓടിയാതി എല്ലാം കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടേ. ഉണ്ട് ഇല്ലാത്തത് വെളിച്ചെണ്ണ, അതാണ്. നമ്മുടെ മുളക്, അതുപോലെ തന്നെ പച്ചമാങ്ങ, പിന്നെ സവാള എല്ലാം കൂടെ ഇട്ടിട്ടാണ് നമ്മുടെ കപ്പയ്ക്ക് അല്ലെങ്കിൽ മരിച്ചിനിക്ക് ആവശ്യമായിട്ടുള്ള ചമ്മന്തി നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. ഇതേപോലെ ഉണ്ടാക്കി സെറ്റായിട്ടുള്ളൊരു ചമ്മന്തി. ഇനി ഇതിൻ്റെ മേളിൽ ഉപ്പും കൂടി ഇടുമ്പം വേറെ ലെവൽ. എൻ്റെ നാക്കി കൂടി ഇപ്പോൾ ഇതാ വെള്ളം പറഞ്ഞ കേട്ടോ. അതെന്താ എനിക്കും വായിലും കണ്ണിലും കൂടെ വരുന്നു. സവാള അരിയുമ്പം കരയാതിരിക്കുന്ന ഒറ്റൊരു വയ്യ. ഇത് കഴിഞ്ഞ് കണ്ണം കട്ടി അരിഞ്ഞാ. അപ്പൊ മടി കണ്ട ഉപ്പിട്ട് കേട്ടാ. മതിയാ, ശാലം കൂടെ ഇടും. ഓക്കെ, ഉപ്പിട്ട് ഇനി ഇത് നമ്മുടെ ചമ്മന്തി റെഡിയാക്കാൻ പോവുകയാണ്. ഞാൻ തന്നെയാണ് കൈവച്ച് ശരിയാക്കുന്നത്. അങ്ങനെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഇനി എവിടെ കൊണ്ടുപോയിക്കാൻ? പിന്നെ ടെന്റിനകത്തുണ്ട്. ടെന്റിനകത്താ? എല്ലാവരും ഇവിടെ ഉണ്ട്. നമ്മളിതാ ഇവിടെ നിൽക്കുന്നുണ്ട്.
അപ്പോൾ അത് അടിപൊളി നമ്മുടെ ടെൻറ്റ് പിന്നെ അടിപൊളിയായിട്ട് കാണാം, എല്ലാവരെയും കാണാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ആനയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ ഒരു നൈറ്റ് ഫയർ നമ്മളങ്ങനെ സെറ്റ് ചെയ്തിരിക്കുകയാണേ. ഇതാ പയ്യന്മാരെല്ലാം ഈ സൈഡിലുണ്ട്, അടിപൊളിയായിട്ടാ. രഞ്ജിത്തെ ടെൻറ്റ് കൊണ്ട് വാ. അങ്ങനെതാ പയ്യന്മാർ ഈ സൈഡിലുണ്ട്. നമ്മളിനിയിപ്പോൾ ഈ സൈഡിൽ എവിടെയെങ്കിലും സെറ്റ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. രാത്രിയിലെ തീഗോളമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് ആനത്താരയിലാണ് കേട്ടോ നമ്മൾ രാത്രി ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് കിടക്കുന്നത്. അപ്പോൾ ഇതാ ചമ്മന്തി വെച്ച പാളയുടെ സൈഡിലോട്ട് നമ്മളിതാ നല്ല കപ്പ, നല്ല മരിച്ചിനി പറഞ്ഞില്ലേടാ യാശാൻ കല മണ്ണുണ്ടേ കലത്തിൻ്റെ മുകളിൽ സെറ്റൊരു ചമ്മന്തിയാണ്. പിന്നെ അതാ നല്ല വെള്ള കപ്പ മരിച്ചിനി. എങ്ങനെയുണ്ടെന്ന് നമ്മളെ പയ്യന്മാർ തിന്നിട്ട് പറയും അല്ലേ? അപ്പൊ എല്ലാരും കഴിച്ചോളി. ടേസ്റ്റ് നോക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. നമ്മുടെ രാഹുൽ പിന്നെന്താ മഞ്ഞ തന്നെ എനിക്ക് ട്രോളണം. ചമ്മന്തി എങ്ങനെയുണ്ട്? അങ്ങോട്ട് ലൈറ്റ് അടിച്ച് അവനെ കാണിച്ചോളൂ. മണികണ്ഠനെ എങ്ങനെയുണ്ട്? ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടെ നല്ല ചമ്മന്തി മാറ്റി വെക്കട്ടെ. ചമ്മന്തിയും ചമ്മന്തി എങ്ങനെ എരിവ്? അങ്ങനെ എരിവൊന്നുമില്ല, സാധാ പച്ചമുളകല്ലേ. എരിവ് ഉണ്ടെങ്കിയാണെന്നുള്ളത് നോക്കട്ടെ. ഒരു രക്ഷയില്ല. എങ്ങനെയുണ്ട്? സൂപ്പർ. എങ്ങനെയുണ്ട്? ഒരു രക്ഷയില്ല. അടിപൊളി അടിപൊളി സൂപ്പർ. കൊള്ളാം. സൂപ്പർ സൂപ്പർ. നല്ല പ്രശ്നമല്ല. ഇതിൻ്റെ ഇത് പറയാൻ നേരം ഒരു പ്രത്യേകത. ചമ്മന്തി ചൂടൊന്നും ആക്കാത്തതുകൊണ്ട്, അതായത് ഇപ്പം എന്ത് പറയാം, പച്ച ചമ്മന്തി. പച്ച ചമ്മന്തി അത് തന്നെ. അതുകൊണ്ടൊരു പച്ച ചൊറിയുണ്ട്, പച്ച സ്മെല്ല്. നല്ല പച്ച ചമ്മന്തി അല്ലേ? തീർന്നതിന് ചമ്മന്തി തീരും. പച്ച ചമ്മന്തി അതുകൊണ്ട് ഒരു പച്ചത്വം, ഒരു പച്ച സ്മെല്ല്. അത് തന്നെ, അതാണ് അതിൻ്റെ ടേസ്റ്റിൻ്റെ ഒരു രഹസ്യം. അതെ, കൊള്ളാം. സാധനം കൊള്ളാം. നൈസ് സാധനം, അടിപൊളി കേട്ടോ. തിന്ന് കഴിഞ്ഞിട്ടുണ്ട്, മരിച്ചിനിയൊക്കെ തിന്ന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ലൈറ്റ് അടിച്ചാണ് ഇങ്ങോട്ട്. അടുത്ത് നമുക്കിതാ ചോറ് നമ്മൾ എടുത്ത് ഫോൺ അവിടെ ഇരിക്കുന്ന ചോട്ടിപ്പൊട്ടിയില്ലേ ഇങ്ങനെ കോരുക. ചോറാണ് ഇത് നമ്മൾ വച്ചതല്ല. രാഹുൽ, നമ്മുടെ വ്ളോഗർ രാഹുൽ കൊണ്ടുവന്നതാണ്. അളിയനത് ഡാമൊക്കെ നീന്തി കിടങ്ങി ഇക്കറത്തെ ഐലൻഡിൽ എത്തിച്ചത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതാണ് കറി, ഗ്രീൻ പീസ് ആണ്. ഇത് കറിയാണ് കേട്ടാ, ഇതാണ് ചക്കക്കുരു കറി. അടിപൊളി കറിയാണ്. നീ ചിരിക്കണ്ട, എല്ലാ കറിക്കും എല്ലാ ആഹാരത്തിനും അതിൻ്റെതായൊരു ഇതുണ്ട് അല്ലേ? ചക്കക്കുരു കറി. അടുത്ത് മീൻ കറി. രണ്ടാമത് ചോറുണ്ടോ? കുറച്ച് വെച്ചിരിക്കെങ്കിൽ ഇതാ മീൻ കറിയും ചക്കക്കുരു കറിയും കേട്ടാ, അടിപൊളി. കാരണം ഈ അടപ്പാത്രത്തിൽ ഇട്ട് മുളക് ഞവടിയിട്, നല്ല വറുത്ത മുളക് ഈ അടപ്പാത്രത്തിൽ കഴിക്കുകയാണ് കേട്ടാ. ചോറും എല്ലാം കൂടെ അടിപൊളി. നമ്മൾ ആഹാരം നമ്മൾ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ്. ചക്കക്കുരു, ചോറ്, മീന്, മുളക് അല്ലേ? വറുത്ത മുളക്. അമ്മാടാ കേക്കലിൻ്റെ നടുക്ക് കഴിഞ്ഞ് നമ്മുടെ ആഹാരമൊക്കെ തിന്ന് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇനി ഇതെല്ലാം വാരി കഴുകാൻ കൊണ്ടുപോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് പരമ്പൊക്കെ ഇട്ട് നമുക്കൊന്ന് കിടക്കണം. അതാണ് അടുത്ത പ്ലാന്. പിന്നെ അങ്ങ് ആ സൈഡിൽ ആഴിയൊന്ന് കൂട്ടിയിടണം. കാരണം ആനയൊക്കെ വരുന്ന താരയിലാണ് നമ്മളെ കിടതി അല്ലേ? അതെ അതെ. അപ്പോൾ അതനുസരിച്ച് ആഴി കൂട്ടിയിടണം. അപ്പോൾ അതൊക്കെയാണ് ഇനി അടുത്ത പ്ലാനും പദ്ധതികളും. സമയം 10 മണിയായി. നമ്മുടെ ഒരു പയ്യൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ തീയിട്ടിട്ടുണ്ട്. അങ്ങനെ ഇവിടെ കണ്ട എൻ്റെ ടെൻറ്റ്, ഞാൻ കിടക്കാൻ വേണ്ടി വിചാരിച്ച ടെൻറ്റാണ്. അതിനകത്ത് 3 ബുക്കിംഗ് ആയിട്ടുണ്ട്. ശിവൈ, എൻ്റെ നുവൈ, നമ്മുടെ രഞ്ജിത്ത് പക്കി, എല്ലാവരും ഇതിനകത്തായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനും രാഹുലും, നമ്മുടെ ബ്ലോഗർ രാഹുലും കൂടെ നമ്മളിനി അടുത്ത എവിടെന്നെങ്കിലും സ്ഥലം സെറ്റ് ചെയ്തിട്ട് നമ്മൾ കിടക്കണം. അപ്പം രാത്രി കുടിക്കാൻ വേണ്ടി പയ്യന്മാരുടെ വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ആഹാരം കഴിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. 2 സൈഡിൽ തീയിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ചെറിയ സീനുള്ള ഏരിയയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഭാഗത്ത് നമ്മൾ തീയൊക്കെ ഇട്ടു. അങ്ങനെ നമ്മളിവിടെ കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ രാത്രി കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ രാവിലെയുള്ള ബാക്കി കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ രാത്രിയുള്ള കാഴ്ചകളൊക്കെ ഇത്രയായിരുന്നു. അതിനകത്ത് ഭയങ്കര ചൂടാണ് കേട്ടോ ടെൻറ്റിനകത്ത്. ഇതാണ്ട വെളിയിലിറങ്ങിയ നല്ല കാറ്റും. അക്കരെ സൈഡിലെ
ആ സൈഡിൽ 2-3 സ്റ്റേ ചെയ്യുന്ന ആൾക്കാരുണ്ട് മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രഞ്ജിത്ത് ഇവിടെ ഉണ്ട്. തീകളെല്ലാം കത്തി അടിപൊളിയായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 4 സൈഡിലുള്ള അതൊക്കെ കുത്തി വെച്ചവന്മാർ കിടപ്പായിട്ടകത്ത്. എന്നെ അവന്മാർ ടെൻറ്റിനകത്ത് നിന്ന് വെളിയിൽ അടിച്ചിറക്കി. ഇവിടെ അടക്കിണ്ടാ കയറി കിടന്നിട്ട് വലയിട്ട് കിടക്കി. നമ്മൾ വെളിയിൽ കിടന്നിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ ഒരു വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത്. എന്താ നമ്മൾ അക്കരെ നിന്ന് വന്നതാണ്, ഇത് അങ്ങ് അക്കരയിൽ നിന്ന് വന്നതാണ്. ഈ ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട്, അണിയണ്ടൻ അവിടെയുണ്ട്. ബാക്കി ഈ സ്പോട്ടുകളൊക്കെ അടിപൊളിയാണ്. കണ്ട രാവിലെ പയ്യന്മാർ ടെൻറ്റിനകത്താണ് കേട്ടോ. നമ്മളൊക്കെ പുറത്തായതുകൊണ്ട് നേരത്തെ എണീറ്റ്. അങ്ങ് കണ്ട അഗസ്ത്യർകൂടമാണ് ആ കാണുന്നത്. ഇവന്മാർ ഇതിനകത്ത് തന്നെ കേട്ടാ. നമുക്ക് ഇവിടെ തുറക്കണ്ടാ, പുറത്തുനിന്ന് തുറക്കാൻ പറ്റില്ല, അകത്തുനിന്ന് തുറക്കാനേ പറ്റുള്ളൂ. ഇവന്മാരാണ് ടെൻറ്റിനകത്തുനിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. അപ്പോൾ ഇവന്മാരാണ് രാത്രി ടെൻറ്റിൽ കിടന്നത്. മണികണ്ട ഇവിടെ കിടക്കണുണ്ട്, അടിച്ചു വന്നിട്ടാ പോലെ ഇല്ല കിടക്കണേ. ഞാനും നമ്മുടെ ബ്ലോഗർ രാഹുലും കൂടി നമ്മളെവിടെ കിടന്നത്, നമ്മള് വെളിയിൽ. ഇപ്പം നേരത്തെ എണീറ്റ് കേട്ടാ. ഞാൻ കുറച്ച് താമസിച്ചാണ് എണീറ്റത്. ടെൻറ്റ് തന്നെ അവന്മാര് അകത്ത് കിടക്കുന്നുണ്ട്. അവന്മാര് ആ ഒരു സ്പോട്ടിലാണ്. ഞങ്ങൾ രാവിലെ ഇവിടുത്തെ കുറച്ച് വ്യൂ ഒക്കെ കാണിച്ചു തരാം കേട്ടാ. അങ്ങോട്ടൊക്കെ ഒന്ന് പോയി നമുക്ക് ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പം പേപ്പാറ ഡാമാണ്. അപ്പോൾ ഒരുപാട് വെള്ളം ഇറങ്ങി. അപ്പോൾ ഇനി കുറച്ച് ദിവസം കൂടെ വെള്ളം ഇറങ്ങുമ്പോൾ ഏകദേശം താഴോട്ടാവും. കാരണം തിരുവനന്തപുരത്ത് വെള്ളമൊന്നുമില്ല. അപ്പം പേപ്പാറ ഡാമിലെ വെള്ളം തുറന്ന് വിട്ടിട്ടാണ് സിറ്റിയിലോട്ടൊക്കെ വെള്ളം എത്തിക്കുന്നത്. ഇവന്മാർ രാവിലെ അവിടെ തേയിലിടേണ്ട പരിപാടിയാണ്. നമ്മൾ രാവിലെ എണീറ്റിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു റിസർവോയറിൻ്റെ സൈഡിലൂടെ കുറേ അങ്ങോട്ട് ദൂരം പോയി നോക്കാം. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ അതാണ് കേട്ടോ പരിപാടി എന്ന് പറയുന്നത്. അഗസ്ത്യാർകൂടെ നല്ല വ്യൂ ആയിട്ട് ഇവിടെ നിന്ന് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും നല്ല ഉറക്കമൊക്കെ ആയിരുന്നു രാത്രി. വലിയ കണക്കിന് ഉറങ്ങിയൊന്നുമില്ല, കുറേ സമയം നമ്മളിങ്ങനെ കണ്ടിരുന്നു. പിന്നെ ഞാൻ ഒരു 1 മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉറങ്ങിയത്. രാഹുലും അതേ സമയത്ത് തന്നെയാണ് രാഹുലും ഉറങ്ങിയത്. ഇവിടെ നിന്ന് കുറച്ച് ഇപ്പുറത്തോട്ട് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഈ സൈഡ് പിടിച്ചത് അങ്ങോട്ട് പോയി നോക്കാം. അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. രാവിലെ 7 മണിയൊക്കെ ആവാൻ പോകണം കേട്ടോ. രാവിലെ 7 മണിക്കൊക്കെ തന്നെ നമ്മൾ എണീറ്റ് കേട്ടോ. രാഹുലാണ് ഈ നിൽക്കുന്നത്. ഇതാ അങ്ങ് കണ്ട ആ കാണുന്നത് ബോണക്കാട്, അങ്ങനത്തെ ഭാഗങ്ങളാണ്. ബോണക്കാട്, അഗസ്ത്യാർകൂട ട്രക്കിംഗ് റൂട്ട്, ആ ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് അത്യാവശ്യം കുറച്ച് ദൂരം പോയിക്കഴിഞ്ഞാൽ നമുക്ക് പേപ്പാറ ഡാമിൻ്റെ അങ്ങോട്ട് എത്താൻ പറ്റും. ഇതിപ്പോൾ റിസർവോയറിലാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകളെന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നേരെ ഇത്രയും സ്ഥലം നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. രാവിലത്തെ വ്യൂ ഒക്കെ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. വെയിലൊന്നും അടിച്ചിട്ടില്ല. വെയിലടിച്ചാൽ പിന്നെ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, അത്രത്തോളം ചൂടാണ് കേട്ടോ ഇവിടെ എന്ന് പറയുന്നത്. ഇന്ന് വെള്ളത്തിൽ ചെറുതായിട്ടൊന്ന് ഇറങ്ങി നോക്കി കേട്ടോ. സംഭവം കുളിക്കാനൊന്നും പറ്റൂല, ഭയങ്കര ചൂട് വെള്ളത്തിന്. ഈ മുളയിൽ, ഒറ്റ മുളയിൽ നമുക്ക് നീന്താൻ പറ്റും കേട്ടോ. ഈ ഒരു മുളം കമ്പ് വെച്ച് മാത്രം അടിപൊളിയായിട്ട് നമുക്ക് നീന്താൻ പറ്റും. പറ്റുമെങ്കിൽ ഞാൻ നീന്തി കാണിച്ചു തരാം. ഓക്കെ, സെറ്റാണ്. വ്യൂ ഉണ്ട്, നല്ല സൂര്യനും അതിൻ്റെ സൈഡിൽ കൂടെ അഗസ്ത്യാർകൂടവും. കുറേയൊക്കെ ആൾക്കാർ ഒടുക്കത്തെ ബഹളമാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഇരുന്ന് തേയില ഇടുകയാണ്. ഒരു വാഴ ഇതുവരേക്കും ഉറക്കം പോലും എണീറ്റിട്ടില്ല. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഇതെല്ലാം വാരിക്കെട്ടി നമുക്ക് അക്കരെ കണ്ട് ഇതിനക്കരെ കയറണം. അക്കരെ കയറിയിട്ടേ നമുക്കുള്ള പോക്ക് നടക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ടെൻറ്റ് ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഐലൻഡിൽ, ഒരു ഐലൻഡിൽ നമ്മളിങ്ങനെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ വെയിലടിച്ച്, രാവിലെ വെയിലടിച്ചപ്പോൾ തന്നെ കാണാനൊക്കെ കൊള്ളാമെങ്കിലും ഒടുക്കത്തെ ചൂടാണ്. അപ്പോൾ രാവിലെ ഒന്ന് തേയിലയും കൂടി ഇട്ടിട്ട് നമ്മളതൊക്കെ ഒന്ന് കുടിച്ചിട്ട് നേരെ ഇനി പോകാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമിലാണ്. രാവിലെ അവന്മാർ ടെൻ്റ് അയക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാമിലാണ്. പക്ഷേ മടയന്മാരെ കമ്പൂരി വിടറ സെറ്റാക്ക്, പവർ വരട്ടെ. അതൊന്നും ചെയ്യില്ല, നീ അങ്ങോട്ട് വലിക്കാൻ. ഒരു ട്രിക്കാണ്
കയറിയ ഞാൻ ഇത്തിരി സമയം കൊണ്ട് എന്നിട്ട് ഞാൻ ഒരു തരാം ഞാൻ കമ്പനി ഇങ്ങോട്ട് വിടേ. അത് വിട്ടോ ഞാൻ അതിനെ ഇളക്കി വിട്ടാണ് ലൈറ്റ് മറ്റേ കണക്കിന് ഊരി വരുമെന്ന്. പയ്യൻ രാവിലെ ടെൻ്റൊക്കെ മുടക്കിക്കൊണ്ടിരിക്കുകയാണ്. കട്ടനൊക്കെ റെഡി ആയിട്ടുണ്ട്. പയ്യന്മാരൊക്കെ കട്ടൻ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മാറ്റ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റും ഉണ്ട്. അപ്പോൾ അതും കൂടെയാണ് നമ്മുടെ രാവിലത്തെ കാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എനർജിയിൽ വേണം നമുക്ക് ഈ അക്കരയൊക്കെ നീന്തി കിടക്കാൻ. ഇവനൊക്കെ മെയിൻ നീന്തുകാരനാണ്. ഇത് കുട്ടപ്പനാണ് ഇവിടുത്തെ മെയിനാണ്. നമ്മുടെ രാഹുൽ നമ്മുടെ സ്വന്തം. നമ്മൾ ചങ്ങാടമെടുത്ത് അങ്ങനെ യാത്ര തിരിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ചങ്ങാടത്തിൽ കയറി പോവുകയാണ് സുഹൃത്തുക്കളെ. ഞാൻ മുളയിലായിരിക്കും, ബഹുമാരി ചങ്ങാടത്തിലായിരിക്കും, ട്രിപ്പടിയായിരിക്കും ഗൈസ്. അപ്പോൾ ഇനി എന്തായാലും കാണാം. ചങ്ങാടത്തിൽ കൂടെ പോവുകയാണ്. നമ്മളിതിലാണ് അക്കരന്ന് വന്നത് കേട്ടോ. അക്കരത്തേതിൽ നിന്ന് അമ്മമാരതിൽ വന്ന് പിന്നെ ഒരു പൈ ഇതിൽ വന്ന് ബാക്കി എല്ലാവരും മുളയിലുണ്ടല്ലോ, ഒറ്റ മുളയിൽ നീന്തിയാണ് വന്നത്. അങ്ങനെയാണ് സെറ്റപ്പ്. കണ്ട ചങ്ങാടം പോണത് കണ്ട. അപ്പോൾ നമ്മളിതാ അക്കരന്ന് ചങ്ങാടമൊക്കെ തുഴഞ്ഞ് ഇതാ ഇക്കരെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ടുള്ള പോക്കാണ്. ചാക്കുണ്ട്, ഇതാണ്ട പരമ്പുകൾ, പിന്നെ നമ്മുടെ ടെൻറ്റിൻ്റെ കൂട്, പിന്നെ നമ്മുടെ ബാഗ്, ക്യാമറ ഒക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇന്നലത്തെ സ്റ്റേ എന്ന് പറയുന്നത് കൊണ്ട് അക്കരെ കാണുന്ന ആ ഒരു കുന്നിലായിരുന്നു കേട്ടോ ഇന്നലെ രാത്രി നമ്മൾ സ്റ്റേ ചെയ്തത്. അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ തിരിച്ച് നമ്മൾ ഇക്കരെ എത്തി. അങ്ങനെയുള്ള പ്രോഗ്രാമിലാണ് നമ്മൾ. അപ്പം കേട്ടാ, അപ്പോൾ ഈ ഒരു സ്പോട്ട് എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഉണ്ടോ? അടിപൊളി സ്പോട്ടിലാണ് നമ്മൾ ഇന്നലത്തെ രാത്രിയത്തെ സ്റ്റേ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ പേപ്പാറ ഡാമിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് തിരിച്ച് പോകാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ ബ്ലോഗർ രാഹുലുമുണ്ട് എൻ്റെ കൂടെ. കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് കമലകം രാഹുലിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ നമ്മുടെ പോക്കെന്ന് പറയുന്നത്. അപ്പോൾ തിരിച്ചതാ മയിലാടും പാറയിൽ നമ്മളെത്തി. ഇന്നലെ ഇവിടെ സ്റ്റേ അടിച്ചെങ്കിൽ ഇന്നലെ പരുവം വന്നനെ. അപ്പോൾ എന്തായാലും നമ്മൾ താഴെയാണ് ഇന്നലെ സ്റ്റേ അടിച്ചത്. അതുകൊണ്ട് എന്തായാലും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അടിപൊളിയായിരുന്നു. അല്ലേ കുട്ടമണി? പിന്നല്ല, പവറായിരുന്നു. അങ്ങനെ രാവിലെ തന്നെ ഒരു 8:45 ആയിട്ടുണ്ട്. നമ്മൾ നീന്തി കയറി ഇക്കരെ വന്നപ്പോൾ സമയമായി. നമ്മുടെ ഇന്നലത്തെ രാത്രിയത്തെ സ്റ്റേ ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് യാത്ര ചെയ്ത് പോവുകയാണ്. ഉടുപ്പം നിറേണ്ട സമയം കിട്ടിയില്ല. സംഭവം ഡ്രസ്സൊക്കെ നമ്മളൊരു ചാക്കിനകത്താണ് ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ നമ്മുടെ കമലകത്തേക്കാണ് പോകുന്നത്. നമ്മുടെ മെയിൻ കുട്ടപ്പൻ, കുട്ടപ്പനാണ്. ബാക്കിൽ രഞ്ജിത്തുണ്ട്, പിന്നെ ബാക്കിയുള്ള പയ്യന്മാരെല്ലാം മുമ്പേ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്നലത്തെ രാത്രിയത്തെ സ്റ്റേ, നമ്മളെ ഈ ഒരു വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മുടെ സുഹൃത്തുക്കൾ ഉറപ്പായിട്ടും കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി നമ്മൾ ഇതുപോലത്തെ നൈറ്റ് സ്റ്റേയുടെ വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അങ്ങനെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ എന്തായാലും അടുത്ത് നല്ലൊരു വീഡിയോ മട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബായ്.